ഹായ്, പുതിയലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മന്ത്ലി മൂവി റിവ്യൂസ് ഏപ്രിലെയാണ്. ഇതിനു മുമ്പ് ജാനുവരി, ഫെബ്രുവരി, മാർച്ചിലെ റിവ്യൂസ് ഇട്ടിട്ടുണ്ട് മന്ത്ലി. അതും കൂടെ ഒന്ന് കയറി കാണുക. ഞാൻ ഇന്നത്തെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒന്ന് കയറി കാണുക. പിന്നെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വളരെ നല്ല നല്ല സിനിമകൾ ഇറങ്ങിയ ഒരു മാസം കൂടിയായിരുന്നു ഏപ്രിൽ. അപ്പോൾ ആദ്യത്തെ റിലീസ് വന്നത് ഏപ്രിൽ 10-നാണ്. ഏപ്രിൽ 10-ന് കുറേ റിലീസുണ്ട്. ആദ്യം പറയേണ്ടത് മമ്മൂക്കയുടെ ബസൂക്കയാണ്. ഡീനോ ഡെന്നീസ് ഡയറക്ടർ. മേക്കിംഗ് ബേസിൽ നല്ലൊരു സിനിമയായിരുന്നു ബസൂക്ക. മേക്കിംഗ്. പിന്നെ വേറെ എന്തൊക്കെയോ പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, അതൊന്നും ഏറ്റിട്ടൊന്നുമില്ല. ടോൾസ്റ്റോയുടെ അണ്ണാ കരീനീന എന്ന് പറയുന്ന ഒരു നോവലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചൂട് ചായ കുടിച്ച് അണ്ണാക്ക് കരിഞ്ഞ ഒരു നീനയുടെ കഥ അണ്ണാ കരിനീന എന്ന് പറഞ്ഞതിൻ്റെ വിട്ട് ബസൂക്കയെ വിശേഷിക്കാവുന്നത് ബസ്സിൽ ഇരുന്ന് കഥ പറയുന്ന ഒരു ഇക്കയുടെ കഥ ബസൂക്ക. പടം കൊട്ടി കോശിച്ചായിരുന്നു ബോക്സ് ഓഫീസിലോട്ട് വന്നിരുന്നത്. പക്ഷേ ആ കൊട്ടി കോശിച്ചതിൻ്റെ 4-1 പോലും വാരാൻ പറ്റിയില്ല. വാരിയത് മൊത്തം കല്ലും മണ്ണുമായിപ്പോയി. പടം 8 നില പൊട്ടി. അടുത്ത പടം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന. പേഴ്സണലി ഈ ഒരു പടം ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് അത്ര എന്ന് വെച്ചാൽ ഖാലിദ് റഹ്മാൻ്റെ നേരത്തെ പടം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു പടം അത്ര ഇഷ്ടം ആയിട്ടില്ല. വെറുതെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ. പക്ഷേ അത് ഭൂരിഭാഗം പേർക്ക് ഇഷ്ടപ്പെട്ട്. ഈ പടം ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റായിരുന്നു. അടുത്ത പടം ശിവപ്രസാദ് ഡയറക്ഷൻ ചെയ്ത് ഈ 2 പടങ്ങളും എല്ലാം ഏപ്രിൽ 10-നാണ് ഇറങ്ങുന്നത്. ബസുക്കയുടെ കൂടെ ഇറങ്ങിയ പടങ്ങളാണ് ഇത്രയും. ശിവപ്രസാദ് സംവിധാനം ചെയ്ത മരണ മാസ്. പേഴ്സണലി ഈ ഒരു പടം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതാണ്. തിയേറ്ററിൽ ചിരിച്ച് മറിഞ്ഞ ഒരു സിനിമയും കൂടിയായിരുന്നു മരണ മാസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. പിന്നെ ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടി ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ഒരു പടം കൂടിയാണ് മരണ മാസ്. അടുത്ത തമിഴിലോട്ട് പോവാം. തല അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി. ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ. പുള്ളി ഒരു കടുത്ത അജിത്ത് ഫാനായിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്ററും അജിത്ത് ഫാനായിരുന്നു. ഒരു കെട്ട് സ്ക്രിപ്റ്റ് റൈറ്റർമാരും ഉണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നിരുന്ന് അജിത്തിൻ്റെ കുറേ മാർഷപ്പുകൾ ഉണ്ടാക്കി. 2.5 മണിക്കൂർ ഉള്ളൊരു മാർഷപ്പ്, അതായത് അജിത്തിൻ്റെ സിനിമകളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച ഒരു മാർഷപ്പ്. അപ്പോൾ ഈ പടം എനിക്ക് എങ്ങനെ എടുത്തെന്ന് വെച്ചാൽ, എനിക്ക് ഈ പടം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാനത് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു സിനിമയായിട്ട് ഇത് കണ്ടിട്ടില്ല. ഒരു 2.5 മണിക്കൂറുള്ളൊരു മാർഷപ്പായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ കാണുന്നവരെ ഒരു എന്ന് വെച്ചാൽ ഈ പടം ചിലവരൊക്കെ റിവ്യൂ പറയുന്നുണ്ടായിരുന്നു, വലിയ ഒരു അജിത്ത് ഫാൻസിൻ്റെ ഒരു ഇടയ്ക്ക് വന്നിരുന്ന് കണ്ട ഈ പടം ഇഷ്ടപ്പെടുമെന്ന്. അതെന്ന് വെച്ചാൽ കൂവലും ബഹളവും ഒക്കെ ആയിരിക്കും. കൂവലെന്ന് പറഞ്ഞാൽ അതല്ല, ഭയങ്കര ബഹളത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിറ്റാവണ്ടേന്ന് പറഞ്ഞാൽ വിജയുടെ സിനിമയല്ലേ. വിജയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ശബ്ദം പോലും കേൾക്കത്തില്ല. അപ്പോൾ ആ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് ആ രീതിയിൽ ഇരുന്ന് കാണണം. അല്ലാതെ കൂവലും ബഹളത്തിൻ്റെ ഇടയ്ക്ക് ചെന്നിരുന്ന് അത് ആസ്വദിക്കാൻ വേണം. പക്ഷേ ഇതിനകത്ത് എന്തുവാ ഒരു സ്വന്തമായിട്ട് ഒരു ആദിക് രവിചന്ദ്രൻ എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു തീം വേണം. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു നിങ്ങൾ അജിത്തിൻ്റെ ഫാൻ ബോയ് സംഭവമായിരിക്കാം, പക്ഷേ മലയാളത്തിൽ ഒരു ഫാൻ ബോയ് സംഭവം ഈ മാസം ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പടം ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയൊരു സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. അടുത്ത പടം ബോളിവുഡിൽ നിന്ന് ഏപ്രിൽ 10-ന് ഇറക്കിയൊരു പടമാണ്. ഇതിൻ്റെയൊക്കെ കൂടെ ഈ തിയേറ്ററിനകത്ത് പ്രോജക്റ്റ് ഹൊറർ വരെ പൊട്ടിത്തെറിച്ച് ആറ്റം ബോംബായി പോയ പടം. ഡയറക്ടർ ഗോപി ചന്ദ് മൽനേനി. ഒരു ആറ്റം ബോംബ് സാധനം. ഇത് എത്ര പേര് ഇത് കണ്ട് തികച്ചെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ഷോയിലെ ചുരുട്ടി തിയേറ്റർ അടച്ച് ആക്കിയ പടം ജാട്ട്. 8 നിലയല്ല 16 നിലയിൽ പൊട്ടി പാളീസ്, തിയേറ്റർ അടക്കം പൊട്ടി പാളീസായ പടം ജാട്ട്. അപ്പം ഇത്രയും പടം എന്ന് പറഞ്ഞാൽ വിഷു റിലീസായിട്ട്, ഞാൻ ബോളിവുഡൊന്നും കൂട്ടുന്നില്ല, മലയാളത്തിൽ ഇറങ്ങിയ ഈ പടങ്ങളൊക്കെ എല്ലാം എന്ന് പറഞ്ഞാൽ വിഷു റിലീസായിട്ടാണ് ഇറങ്ങിയത്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് മരണമാസമാണ്. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ ജിംഖാന, പിന്നെ ബസൂക്ക, പിന്നെ വേറെ പടം ഇല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ വിഷുവിൽ ഇറങ്ങിയത് ഈ മരണമാസമാണ്. ഇനി അടുത്ത ഏപ്രിൽ 18-ലോട്ട് പോവാം. കരൺ സിംഗ് ഡയറക്ഷൻ ചെയ്ത് ബോളിവുഡിൽ നിന്നെത്തിയ കേസരി ചാപ്റ്റർ 2 അക്ഷയ് കുമാറിൻ്റെ സിനിമയാണ്. വർഷങ്ങൾ കൊണ്ട് 10-20 വർഷങ്ങൾ കൊണ്ട് പൊട്ടിയ ഓലപ്പടക്കങ്ങളുണ്ട് അക്ഷയ് കുമാറിൻ്റെ.
ഈ ഓലപ്പടക്കങ്ങളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒരു വലിയൊരു ചാക്കി കെട്ടി അതിൻ്റെ ഇരട്ടി വീര്യം കൂടിയ ഒരു ആറ്റം ബോംബ് പടമായിരുന്നു കേസരി ചാപ്റ്റർ 2. 8 നിലയിൽ ഓടിയെങ്കിലല്ലേ പൊട്ടും പറയുന്നത്. ഇതൊരു ആറ്റം ബോംബായിരുന്നു, പൊട്ടി. അടുത്ത ഏപ്രിൽ 24 ഇറങ്ങിയ പടം സലോൺ സൈമൺ ഡയറക്ഷൻ ചെയ്ത പടക്കുതിര. കുതിച്ച് വന്ന് തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി ആ കുതിപ്പ് കൊണ്ട് അങ്ങ് പോയ പടം. അതായത് എങ്ങും നിന്നില്ല, വന്ന പോലെ അങ്ങ് പോയ പടം പടക്കുതിര. 8 നില പൊട്ടി. ഏപ്രിൽ 28 ഈ ഒരു ദിവസം കൂടുതലും അങ്ങനെ മറക്കത്തില്ല. വേറൊരു ഫാൻ ബോയ് സംഭവം. ലാലേട്ടനെ വെച്ച് ബോക്സ് ഓഫീസ് കളക്ഷനി റെക്കോർഡിട്ട പടം തുടരും. ഇപ്പോഴും പടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പടം എന്ന് വെച്ചാൽ ലാലേട്ടനെ കൺകുളിർക്കെ കണ്ട ഒരു പടം. അത്രയും ആക്ഷൻ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് പടം ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടട്ടെ. കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ അടിപൊളി പെർഫോമൻസ് കണ്ട. ഇപ്പോൾ ഇറങ്ങിയ പാട്ട് അത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ആ ഒരു അടിപൊളി പാട്ട് വന്നത് എനിക്ക് അവസാനം തോന്നുന്നത് എനിക്ക് നരനാത്താന്ന് തോന്നുന്നു. അതിനുശേഷം അടിപൊളി പാട്ടും വന്ന് അതും ഹിറ്റായി, എല്ലാം ഹിറ്റായി. ഒരു മാസത്തിൽ 2 100 കോടി ക്ലബ്ബിൽ ഇടം നേടിച്ച ലാലേട്ടൻ ഈ ഒരു മാസത്തിൽ ലാലേട്ടൻ തൂക്കി. ഏപ്രിൽ 28 തുടരും. കിടിലം പടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മന്ത്ലി മൂവി റിവ്യൂസ്. ഏപ്രിൽ ഈ മലയാളത്തിൽ നിന്നും റിലീസായത് 5 പടങ്ങളാണ്. ഈ 5 പടങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. കൂടുതലും പ്രൊഡ്യൂസർമാരുടെ വീട്ടിലെ ഹോം തിയേറ്ററിലാണ് കൂടുതലും ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് പബ്ലിക്കിന് മുന്നിൽ ഇറക്കി വിട്ടാലേ നമുക്കൊരു സിനിമയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. തിയേറ്ററുകാരുടെ പ്രൊഡ്യൂസറുടെ വീടല്ല തിയേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഇട്ട് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പം പബ്ലിക്കിൻ്റെ മുന്നിൽ ഇറക്കി വിട്ട പടങ്ങളിൽ 5 പടങ്ങളുണ്ടായിരുന്നു. അതിൽ മമ്മൂക്കയുടെ ബസൂക്ക മാത്രമേ ഉള്ളൂ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടത്. ബാക്കിയെല്ലാം ഒരുവിധം പ്രത്യേകിച്ച് ലാലേട്ടൻ തൂക്കി. ഏപ്രിലിൽ തൂക്കിയ മാസം. ആലപ്പുഴ ജിംഖാന ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുണ്ട്. മറ്റേത് ഹിറ്റ് സ്റ്റാർട്ട് നേടിയതാണ് മരണമാസ്. പിന്നെ ബോളിവുഡിൽ നിന്ന് 2 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ജാട്ടും കേസരി ചാപ്റ്റർ 2 രണ്ടും ആറ്റം ബോംബായിരുന്നു. പിന്നെ തമിഴിൽ നിന്ന് ഗുഡ് ബാഡ് അഗ്ലി. ബോളിവുഡിലൊക്കെ നേരത്തെ വേറെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞാൻ കേരളത്തിൽ റിലീസാക്കിയിട്ടില്ല. അപ്പോൾ തമിഴിൽ നിന്ന് വന്നിരിക്കുന്നത് ഗുഡ് ബാഡ് അഗ്ലി പടം ഇവിടെയും ഏകദേശം ഹിറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ.